എയർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പതിവ് പോലെ ഞായറാഴ്ച ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. കൊച്ചിൻ്റെ ഭീമാമോടെ ഡാൻസ് എടുക്കാനായിട്ട് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓട്ടം പോകുമ്പോൾ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിക്കും. അതുമല്ല ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കൊച്ചു സ്ഥലങ്ങളിൽ എവിടെയെല്ലാം നല്ല സ്ഥലങ്ങളിൽ പോയി കുറച്ച് നേരം ഇരുന്ന് പിള്ളേരുമായിട്ട് സ്പെൻഡ് ചെയ്യും. പിള്ളേർ ഇറങ്ങുക ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ഞാൻ ഗേറ്റ് തുറക്കാൻ വന്നതാ. ഇക്കായും പിള്ളേരും വണ്ടിയെ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളന്നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇക്ക വണ്ടി ഓടിക്കുക. അന്നേരം ഇങ്ങനെ റോഡിൽ പോകുന്ന കാഴ്ചകളൊക്കെ എടുക്കുന്നത്. നമ്മൾ വീഡിയോ എടുക്കേണ്ട സ്ഥലത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുക. റോഡിൽ പോകുന്ന വണ്ടികളൊക്കെ അത് ഓരോ സൈഡ് വെച്ച് എടുത്തുകൊണ്ടിരിക്കുക. മക്കളും മിണ്ടുന്നില്ലായിരുന്നു. ഞാൻ അന്നേരം സംസാരിക്കുക. വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. കൊച്ചിൻ്റെ ഡാൻസിൻ്റെ പ്രാക്ടീസ് അവിടെ നടക്കുക. കൊച്ചിൻ്റെ ഡാൻസ് അവിടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഭാര്യയും കൊച്ചിൻ്റെ ആങ്ങളെയും തമ്മിൽ അവിടെ തകർക്കും. നമുക്ക് കാണാം. ഡാൻസ് ആങ്ങളെ ഇന്ന് ക്യാമറ എടുക്കുകയാണ്. ബാക്കിലോട്ട് പോവല്ലേ, ക്യാമറ കിട്ടത്തില്ല. മാഹിമോനെ ഫ്രണ്ടി വന്ന് അടിച്ച് ഫ്രണ്ടി മാഹിമോനെ. ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു നല്ല സ്ഥലമാണ്. ഇവിടെ ഞങ്ങളിനി കുറച്ച് ദൂരമൊക്കെ പോകാൻ എന്തെങ്കിലുമൊക്കെ ആകണം. എന്നാ കഴിഞ്ഞോ ഡാൻസ്? ഒരു പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. എടുത്ത് മാഹിമോനെ വല്ലതും പറയാനുണ്ടോ? ഭീമാമോടെ ഡാൻസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നത്. ഡാൻസ് വരും കേട്ടോ. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വേറെ സ്ഥലമുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ അടുത്തൊക്കെ തന്നെ ഉള്ളതാണ്. സ്ഥലത്ത് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കൊച്ചിൻ്റെ ഡാൻസ് കഴിഞ്ഞ് അവരവിടെ വിശ്രമിക്കുക. നമുക്കപ്പോൾ അവരെ ഒന്ന് കാണാം. നോക്കിയോ. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഡാൻസ് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചേരം ഞങ്ങൾ സംസാരിച്ചിട്ട് എന്തെങ്കിലും ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോകും. അല്ല, ചെറിയൊരു പർച്ചേസ് ഉണ്ട്. ഞാനിപ്പം തയ്യലിന് പോകുന്നുണ്ട്. അന്നേരം എനിക്ക് ഇച്ചിരി ചോറ് കൊണ്ടുപോകാനായിട്ടൊരു ചോറ്റുപാത്രം മേടിക്കണം. അത് മേടിക്കാനായിട്ട് പോകണം. ഇതൊന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ കുറച്ചേരം ഇവിടെ വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ചേരം ഇരിക്കുകയാണ്. നല്ല വ്യൂ ഒക്കെ കണ്ടോണ്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇത് നമ്മുടെ വീടിന് കുറച്ച് ദൂരമുള്ള പരിസരങ്ങളൊക്കെ തന്നെയാണ്. അധികം ഒന്നും ദൂരം ഞങ്ങളൊന്നും പോയിട്ടില്ല. ഇനി പോകണം. നമ്മൾ പുതിയ വ്ളോഗൊക്കെ ആയിട്ട് വരും. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ. ഇക്ക ഇങ്ങനെ ഓട്ടം പോകുമ്പോൾ ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട് വരും. അവിടെ ഞങ്ങളെയും കൊണ്ട് പോകും കൊച്ചിൻ്റെ ഡാൻസ് എടുക്കാനായിട്ട്. പക്ഷെ വ്ളോഗ് എടുക്കാൻ തുടങ്ങി നമ്മളിപ്പോഴാണ്. അത് കാരണം ഇനി പോകുമ്പോൾ നമ്മൾ ഓരോ ഡാൻസ് എടുക്കുമ്പോൾ ഓരോരോ വ്ളോഗുമായിട്ട് എടുക്കാനാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അത് പക്ഷേ സൺഡേ നടക്കത്തുള്ളൂ. ഇക്കാക്ക് ഓട്ടം ഉണ്ട്, മക്കൾ സ്കൂളിൽ പോകണം. ഇപ്പം ഞാൻ തയ്യലിനും പോകുന്നുണ്ട്. അതുകൊണ്ട് സൺഡേ പറ്റത്തുള്ളൂ. എല്ലാം ഭയങ്കര തിരക്കായി അങ്ങോട്ട്. അതാ ഞങ്ങൾ ഇവിടെ നിന്ന് വിടുകയാണ്. ഇപ്പോൾ ഇരട്ടി വരുന്നുണ്ട്. നേരെ വൈകുക.
പക്ഷെ ഇവിടെ ഈ സന്ധ്യ ആയി വരുമ്പോഴത്തേനും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനായിട്ടാണേലും നല്ല രസമുണ്ട്. എല്ലാം ചൂണ്ടയിടലുകാരുടെ വേളമാണ്. ഇഷ്ടം പോലെ ചൂണ്ടയിട്ട് ആൾക്കാർ മീൻ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇപ്പം മോൻ പറയുമായിരുന്നു ഉമ്മി വരുമ്പോ ഇനി നമുക്കൊരു ചൂണ്ടയും കൊണ്ട് വരണം, ഇവിടുന്ന് മീൻ ഇട്ടോണ്ട് പിടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞ്. അതിനിങ്ങനെ ചൂണ്ടയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു മോൻ എന്നോട്. ഞങ്ങളും ഞങ്ങളുടെ വാഹനം അവിടെ വെയിറ്റിംഗ്. അതെ. നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം കുറച്ച് താറാവ് കൂട്ടങ്ങൾ പോകുന്നതുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ. വണ്ടി വരുന്നെന്നും പറഞ്ഞിട്ട് ആ താറാവിൻ്റെയൊക്കെ നോക്കുന്ന പുള്ളി ഇത് അതിനെ അതുങ്ങളെ റോഡിൽ നിന്ന് മാറ്റുക. നമ്മുടെ വണ്ടി താണ്ട് അവിടെ കിടക്കുക. നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ എന്നാ രസമാണെന്ന് നോക്കിയേ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. കാരണം അവിടെ കയറി പാത്രം മേടിക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുക. അന്നേരം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വ്ളോഗും ആയിട്ട് വരുന്നതായിരിക്കും.